സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാണ്. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും പാലക്കാട് തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളായ ടൊവിനോയും ആസിഫ് അലിയും പങ്കെടുക്കും. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, വലിയ 5 ദിവസങ്ങൾ, കലയുടെ 5 ദിവസങ്ങൾ പ്രൗഢഗംഭീരമായിരുന്നു. ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം അത് കടുക്കുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. 5 ദിവസത്തെ ഉത്സവ മാമാങ്കം ഇന്ന് കൊടിയിറങ്ങുമ്പോൾ ഒപ്പത്തിനൊപ്പമാണ് തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോടൊക്കെ ഒപ്പത്തിനൊപ്പമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ വലിയൊരു തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സമാപനമായതുകൊണ്ട് 10 വേദികളിലാണ് ഇന്ന് മത്സരമുള്ളത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി എല്ലാ മത്സരങ്ങളും, അതായത് 249 ഐറ്റംസ് ആണ് മൊത്തം ഇത്തവണത്തെ കലോത്സവത്തിൽ ഉണ്ടായിരുന്നത്. അത് മുഴുവനായും അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആഘോഷമായിരുന്നു ഈ ഇത്തവണത്തെ കലോത്സവം, അത് എടുത്തു പറയേണ്ടതാണ്. ഈ അനന്തപുരിയുടെ മണ്ണിൽ വലിയൊരു ആഘോഷത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിലാണ് ഇത്തവണത്തെ ഇതുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കലോത്സവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്ദേശം കൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. യുവജനോത്സവം ഈ പുതുതലമുറയ്ക്ക് എപ്പോഴും നല്ല സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് കുട്ടികളുണ്ട്. ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായി, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു അവബോധവുമായിട്ടൊരു അടിപൊളി ഫ്ലാഷ് മോബ് ഒക്കെ ആയിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത്. അപ്പോ മോളെ പേരെന്താ? ശ്രേയ. ഏത് സ്കൂളിനാണ് നിങ്ങള്? ഞങ്ങള് GFS സ്കൂളിൽ. എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് വരാനുള്ള കാര്യം എന്താണ്? ഞങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ലഹരിക്കെതിരെ ഇങ്ങനെ ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താം എന്നുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? ഞങ്ങളുടെ ടീച്ചറിന്റെ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ടീച്ചറെ ഒന്ന് വിളിക്കാം. ടീച്ചറിന്റെ ഐഡിയ ആയിരുന്നു. കാരണം നമുക്കറിയാം ഈ ലഹരി ഇന്നത്തെ കാലത്ത് എത്രത്തോളം വലിയ പ്രശ്നമായി മാറുകയെന്ന്. അപ്പോൾ ഈ ലഹരിക്കെതിരെ അത്രയും വലിയൊരു പോരാട്ടം ഇങ്ങനെ ഒരു വേദിയിൽ നടത്തിയത് ഈ ടീച്ചറാണ്. അപ്പൊ ഇവരുടെ ടീച്ചറെ കൂടി വിളിക്കാം. ടീച്ചറുടെ പേരെന്താണ്? ശൈലജ. എന്തായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ഈ കലോത്സവ വേദിയിൽ കൊണ്ടുവരാമെന്ന് തോന്നാനുള്ള കാര്യം? വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിലുള്ള പഠനം മാത്രമല്ലല്ലോ. അപ്പൊ അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും മൂല്യബോധവും വളരണമെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം. അവരായി തീരുകയാണ്. ഇപ്പൊ ഒരു ഫ്ലാഷ് മോബ് എന്ന് പറയുമ്പോൾ അവരത് അഭിനയിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമാണ്. അത് സമൂഹത്തിലെ ഒരു വിപത്തിനെതിരെ, ഒരു അനീതിക്കെതിരെ പോരാടേണ്ടതും അതുപോലെ അതിനുവേണ്ടി എന്തെങ്കിലും സജഷൻ പറയേണ്ടതും എല്ലാം ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തം എന്നുള്ള ഒരു ബോധം ഇവർക്ക് വരുന്നു. ഇത് കാണുന്ന വേറെ കുട്ടികൾക്ക് തോന്നുന്നത് എന്താണ്, ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യാം, ഞങ്ങൾക്കും ഇതുപോലെ ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് കുട്ടികൾക്കും തോന്നുകയാണ്. കൂടാതെ നമുക്കറിയാം ദിവസം പ്രതി കൂടി വരുന്ന ഈ ലഹരി ഉപയോഗം അത് കുട്ടികളിൽ എന്നല്ല സമൂഹത്തിൽ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിപത്തിനെതിരെ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ഒരു ഫ്ലാഷ് മോബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെയെങ്കിലും മനസ്സിൽ ഒരു മാറ്റം അത് വരിക എന്ന് പറഞ്ഞാൽ വലിയതാണ്. ഒരു രത്നാകരൻ വാൽമീകിയാകുവാൻ വലിയ പ്രയാസമൊന്നും വന്നില്ല. അതുപോലെ ഒരു പരിവർത്തനം, എല്ലാ മനസ്സുകളിലും ഒരു പരിവർത്തനം ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും അതിനുവേണ്ടി GFS സ്കൂൾ അതിനുവേണ്ടി ഇത് ഒരുക്കിയിരിക്കുന്നത്. ടീച്ചർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചറുടെ മുഖത്ത് പല പല ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറിയുന്നത് കണ്ടു. പഴയ കലാപ്രതിഭയാണ്. കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമ്മുടെ നാട്ടിൽ, അല്ലെ നമ്മുടെ നാട്ടിന്, നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരിലൂടെയാണ് നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അത് തന്നെയാണ് രഞ്ജിത്ത്, യുവതലമുറ നമ്മൾ ഈ അനീതിക്കെതിരെ പോരാടേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു ചെറിയ പെർഫോമൻസ് കാണാം. ടീച്ചറെ,
കാണുന്നത്? നിങ്ങൾക്കിതെന്ത് പറ്റി? ഇതാണോ സന്തോഷം? എവിടെ പോയി നമ്മുടെ ആഹ്ലാദം? എങ്ങും ഞരക്കല്ല, അലർച്ചകൾ, അമ്മമാരുടെ തേങ്ങലുകൾ, നാട്ടുകാരുടെ പരിഹാസം, ഭ്രാന്താവസ്ഥ, ഒരു തരം നിർജീവാവസ്ഥ. കൂട്ടരെ, ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ ന്യൂ ജനറേഷൻ? ഇതാണോ പാളയുടെ വാഗ്ദാനങ്ങൾ? ഇങ്ങനെ പോയാൽ എന്താവും നമ്മുടെ നാടിന്റെ ഭാവി? കൂട്ടരെ, വേണ്ട വേണ്ട, കൂട്ടരെ വേണ്ട. തിരിച്ചു വരുവിൻ, തിരിച്ചു വരുവിൻ, തിരിച്ചു വരുവിൻ. കൂട്ടുകാരി, നിനക്കിത് എന്ത് പറ്റി? നമ്മുടെ കൂട്ടുകാരല്ലേ ആ ഓടി മറഞ്ഞത്? അല്ല, ലഹരിക്കടിമകളായ ഭീരുക്കൾ. ഈ തലമുറയെ കാർന്നു തിന്നുന്ന മഹാവിപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ആരുമില്ലേ? ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട്. ഇവിടെ ആരാണ് ഉണരേണ്ടത്? ഒരാളെ ഉണർത്താൻ, ഉയർത്താൻ, നേർവഴിക്ക് നടത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്ക്? അവരവർക്ക് തന്നെ. സുഖം തരുമെന്ന് പറഞ്ഞവൻ എവിടെ? ഭ്രാന്തനാക്കിയില്ലേ? അവസാനം അവനെ തന്നെ ഇല്ലാതാക്കി. ഇതാണോ സുഖം? മരണത്തിലേക്കുള്ള വഴി. നമുക്ക് പോരാടാം ഈ മഹാവിപത്തിനെതിരെ. മാറണം, മാറ്റണം, ചിന്താഗതികൾ മാറ്റണം. നമുക്ക് കൈകോർത്താൽ പാടാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന. വരം കടക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കടക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി, ശിരസ്സുയർത്തി, ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും
രഞ്ജിത്ത്, അത് തന്നെയാണ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ഞങ്ങളൊരു 1 month. ഇതിനു വേണ്ടി വന്നതാ, ഈ ക്യാമ്പയിന് വേണ്ടി വന്നതാണോ അതോ യൂത്ത് ഫെസ്റ്റിവലിന് വേറെ എന്തെങ്കിലും ആയിട്ട് ഇല്ലില്ല, ക്യാമ്പയിന് വേണ്ടിയായിട്ട് വന്നത്. വന്നതാണ്? അപ്പൊ രഞ്ജിത്ത്, എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു സന്ദേശം കൊടുക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു വേദി ഉണ്ടാവില്ല. കാരണം ഈ പുതുതലമുറ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും വാഗ്ദാനവും ഒക്കെ. അവർക്ക് ഇത്രയും നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഈ യുവജനോത്സവം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേദി. ഇനി ഇന്നത്തെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സമാപനം. നമ്മുടെ ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ ഇന്ന് എത്തും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവിടെയുള്ള എല്ലാവരും. അല്പസമയത്തിനകം തന്നെ, വൈകിട്ടാണ് പരിപാടിയെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ വേദിയൊക്കെ നിറഞ്ഞ് ഒഴുകാൻ പോവാണ്. നമ്മളിപ്പോൾ പ്രധാന വേദിയുടെ സമീപത്താണുള്ളത്. അപ്പോൾ വൈകിട്ട് 5 മണിയോടുകൂടി അവരൊക്കെ എത്തും. അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 5 ദിവസത്തെ ഉത്സവം കൊടിയിറങ്ങുമ്പോൾ ഇന്ന് സ്വർണ്ണക്കപ്പ് നേടുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം തൃശ്ശൂരും കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരാണ് മുന്നിലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ഒന്ന് ചെറുതായി മുന്നിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ അവസാന ദിവസം ഇന്ന് സ്വർണ്ണക്കപ്പ് ആരെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും. ഒപ്പം തന്നെ ഇന്നലെ നടന്ന മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തത്തിനൊക്കെ ഈ വേദിയിലൊന്ന് കാല് കുത്താൻ സ്ഥലമില്ല, അത്രക്ക് തിരക്കായിരുന്നു. അത്രയും ആഘോഷത്തോടെ ആവേശത്തോടെയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്, ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിന് ഈ അനന്തപുരി ഏറ്റെടുത്തത്. അപ്പോൾ അതിന്റെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ആവേശത്തിന്റെ ഒരു ബാക്കി അത് ഇന്ന് സമാപന ദിവസമായി ഇന്ന് കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാന ഇനങ്ങൾ അത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ കംപ്ലീറ്റ് ആകും. അതിനുശേഷം മറ്റ് 5 മണിയോടുകൂടി മറ്റ് സമാപന പരിപാടികൾ, മുഖ്യമന്ത്രി ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ എത്തും. ആ ഒരു ത്രില്ലിലാണ് ഇവിടെയുള്ളവർ. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് മമ്മൂട്ടി എത്തിയപ്പോൾ ഉണ്ടായ ഒരു തിരക്ക്, കൊല്ലത്തെ തിരക്കൊക്കെ. അപ്പോൾ അതുപോലെ വളരെ മികച്ച ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഈ അതിഥികൾ എത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രധാന വേദിയിൽ നടക്കാൻ പോകുന്നത് നാടോടി നൃത്തമാണ്. അല്പസമയത്തിനകം നാടോടി നൃത്തം ആരംഭിക്കും. ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 9:30 കൂടി തന്നെ മത്സരങ്ങൾ തുടരാനാകും. ഒപ്പം തന്നെ മറ്റ് കേരള നടനം പോലത്തെ ഐറ്റംസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലും ഈ അവസാന ദിവസം കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് ആൻസർ പ്രതീക്ഷിച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അപ്പോ അതാണ് അവസാന ദിവസത്തെ കൊടിയിറക്ക ദിവസത്തെ കലോത്സവ വിശേഷങ്ങൾ. ഏതായാലും ഇന്ന് സമാപനമാണ് ഉണ്ടാകുന്നത്. കൊല്ലത്ത് നിന്നും